അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ജബ്ബാറിൻ്റെ ഖുർആൻ വിമർശനം യഥാർത്ഥത്തിൽ ജബ്ബാറിന് തന്നെ അറിയില്ല താൻ വിമർശിക്കുന്നത് ഖുർആനിനെയാണോ അതോ തഫ്സീറുകളെയാണോ. ഖുർആനെ വിമർശിക്കുമ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട് സംഗതികൾ ഖുർആനിൽ നിന്നെടുത്തുദ്ധരിക്കുന്നതിന് പകരം തഫ്സീറുകളെ വിമർശിച്ചുകൊണ്ടാണ് ജബ്ബാർ മുന്നോട്ട് പോകുന്നത്. തഫ്സീർ എന്ന് പറയുന്നത് അതിൽ ശരി തെറ്റുകളുണ്ടാവും, ശരിയുണ്ടാവും തെറ്റുണ്ടാവും. തഫ്സീർ എന്ന് പറയുന്നത് ഖുർആനല്ല, പണ്ഡിതന്മാർ മനസ്സിലാക്കിയ രീതിയിൽ അവർ ഖുർആനിന് നൽകുന്ന വിശദീകരണമാണ്. അത് എല്ലാ പണ്ഡിതനും നൽകുന്നതും ഒരേ വിശദീകരണം ആവണമെന്നില്ല. അതിൻ്റെ ഏറ്റവും നല്ല മികച്ച ഉദാഹരണമാണ് സൂറത്ത് ഖലമിന് അതിലെ തുടക്കത്തിലുള്ള നൂൻ എന്ന അക്ഷരത്തിന് തഫ്സീറുകളിൽ നൽകിയ വിശദീകരണം എടുത്തുകൊണ്ടുള്ള ജബ്ബാറിൻ്റെ വിശകലനം. അവിടെ നൂൻ, ഖുർആനിലെ ധാരാളം സൂറത്തുകൾ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നുണ്ട്. ഒറ്റ അക്ഷരമുണ്ട്, ഒന്നിലധികം അക്ഷരങ്ങളുണ്ട്. നൂൻ, ഖാഫ്, അങ്ങനെ ഒറ്റ അക്ഷരമുള്ളതുണ്ട്. ഹാമീം പോലെ രണ്ടക്ഷരമുള്ളതുണ്ട്. അലിഫ് ലാം മീം മൂന്നക്ഷരമുള്ളതുണ്ട്. ഇങ്ങനെ പല അക്ഷരങ്ങൾ കൊണ്ടും തുടങ്ങുന്നുണ്ട്. ഈ അക്ഷരങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നത് കൃത്യമായി മുഫസ്സിറുകൾ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാനവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെ അവർ പല അഭിപ്രായങ്ങളുമാണ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ വ്യക്തമാവുന്നതായിട്ടുള്ളൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലത്തിലിടയ്ക്ക് ഈ ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിൽ അതിശക്തമായി ശത്രുതാപരമായി പെരുമാറിയിരുന്ന ആളുകൾ പോലും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ട് അവർ ചോദിച്ചില്ല എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ മറുപടി വളരെ വ്യക്തമാണ്. അറബികൾക്ക് പരിചിതമായിട്ടുള്ള ഒരു രീതിയാണത്, അല്ലെങ്കിൽ തീർച്ചയായും അവർ ചോദിക്കേണ്ടതാണ്. അപ്പോൾ അവർക്ക് അവരുടെ സാഹിത്യത്തിൽ അവരുടെ കവിതകളിലോ പ്രസംഗങ്ങളിലോ, പ്രസംഗം എന്നതിനേക്കാൾ കവിതകളായിരിക്കും കൂടുതലുണ്ടാവുക. ഇതിൽ അവർ സ്വീകരിച്ചു പോരുന്ന ഒരു രീതി അത് വിശുദ്ധ ഖുർആനും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അവർക്ക് അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട കാര്യമില്ല. പിൽക്കാലത്ത് വന്നിട്ടുള്ള ആളുകളാണ് ഇതിനെ സംബന്ധിച്ച് അഭിപ്രായങ്ങൾ പറയുന്നത്. അതിൽ തന്നെ ഈ നൂൻ എന്നതിനെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രസിദ്ധ സഹാബിയാണ്, അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിച്ചു വന്നിട്ടുള്ള ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട്. ഈ ഒന്നിലധികം അഭിപ്രായങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അത് ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ചതെല്ലാം ശരിയായിട്ടുള്ള തഫ്സീറുകളല്ല എന്നുള്ളത്. മാത്രമല്ല, ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്ന തഫ്സീറിനെ സംബന്ധിച്ച് തന്നെ പൊതുവിൽ പണ്ഡിതന്മാർ പറയുന്നത് അതിൽ ശരിയുണ്ട് തെറ്റുമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ബലവും ദൗർബല്യവും, ഏതാണ് ബലപ്പെട്ടത് സഹീഹ് എന്നും ഏതാണ് ദുർബലം ലഈഫ് എന്നും പരിശോധിച്ചിട്ട് വേണത് പറയാമെന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ജബ്ബാറിനെ സംബന്ധിച്ചത് പ്രശ്നമാക്കേണ്ടതില്ല. കാരണം ജബ്ബാർ ഖുർആനെ തകർക്കുക, ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളതിൽ ജീവിത ലക്ഷ്യമായി അംഗീകരിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ജബ്ബാർ ഖുർആനിനെ വിമർശിക്കുന്നതിന് പകരം ഈ തഫ്സീറുകളെ വിമർശിച്ചുകൊണ്ടാണ്, അതിലുള്ള ഇത്തരം പരാമർശങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഖുർആനെ വിമർശിക്കുന്നത്. അതാവട്ടെ, ഈ സൂറത്തിൻ്റെ തുടക്കം നൂൻ എന്നാണ്. എന്നിട്ട് വൽ ഖലമി വമാ യസ്തുറൂൻ, ജബ്ബാർ പറഞ്ഞത് എന്താണിത് പറയുന്നത് എന്നും ആരോടാണ് പറയുന്നത് എന്നും എന്തിനാണ് പറയുന്നത് എന്നും ഒന്നും മനസ്സിലാവില്ല എന്നാണ്. ഇവിടെയാണ് ജബ്ബാറിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള ദൗർബല്യവും
അയാൾ അകപ്പെട്ടിട്ടുള്ള ഈ അന്ധവിശ്വാസ ജടിലമായ സമീപനങ്ങളുമൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. അന്ധവിശ്വാസം എന്ന് ഞാൻ പറയുന്നത് ജബ്ബാർ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അയാളുടെ ഉപകരണങ്ങൾ, അത് മൊബൈലോ മറ്റെന്തോ ആവട്ടെ, ഇത് യഥാർത്ഥത്തിൽ ചില കമ്പനികൾ ഉണ്ടാക്കുന്നതാണ്. ആ കമ്പനികൾക്ക് തന്നെ ഇതുണ്ടാക്കണമെങ്കിൽ മനുഷ്യൻ്റെ തലച്ചോറ്, അവൻ്റെ ചിന്ത, അവൻ്റെ പരീക്ഷണങ്ങൾ, അതിലൂടെയൊക്കെയാണ് ഇത് വളർത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ളൊരു സംഗതി ഉണ്ടാക്കണമെങ്കിൽ അതിനു പോലും അത് ഉണ്ടാക്കിയ ഒരാൾ വേണം എന്നത് ജബ്ബാറും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ പ്രപഞ്ചവുമായി അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ, പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ജബ്ബാറിന് അങ്ങനത്തെ ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യമില്ല. ഇതിൽ പരം വലിയ അന്ധവിശ്വാസം ലോകത്ത് മറ്റെന്താണ്? അപ്പം ഇങ്ങനെയുള്ള അന്ധവിശ്വാസിയായിട്ടുള്ള ജബ്ബാർ പറയുന്നത് തനിക്ക് അല്ലെങ്കിൽ തന്നെപ്പോലുള്ള ആളുകൾക്ക് തഫ്സീറിൻ്റെ സഹായമില്ലാതെ ഖുർആൻ മനസ്സിലാവില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഖുർആൻ അവതരിച്ചിരുന്ന കാലത്ത് ഖുറൈശികൾക്ക് ഇത് മനസ്സിലായി, അവർ തഫ്സീർ വെച്ചിട്ടല്ല അത് മനസ്സിലാക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാക്കിൽ നിന്ന് പിന്നെ കേൾക്കുന്ന വചനങ്ങൾ അവർ മനസ്സിലാക്കുകയും അവരിൽ പലരും അനുകൂലമായിട്ടും ചിലർ പ്രതികൂലമായിട്ടും പ്രതികരിക്കുകയും ചെയ്യുന്നു. അതിന് കാരണം അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. പക്ഷേ അപ്പം ജബ്ബാറിന് ഇത് മനസ്സിലാവില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ജബ്ബാറിന് ബുദ്ധിപരമായിട്ടുള്ള എന്തോ മരവിപ്പ് ബാധിച്ചിട്ടുണ്ട്, അയാൾ മന്ദബുദ്ധിയാണ് എന്നുള്ളത് തന്നെയാണ്. ഇത് വെച്ചിട്ടാണ് ജബ്ബാർ ഖുർആൻ വിമർശിക്കുന്നത്. എന്നിട്ട് വൽ കലമി വമാ യസ്തുറൂൻ, ഇവിടെ വൽ കലം, കലം പറഞ്ഞാൽ പേനയാണ്, പേന കൊണ്ട് സത്യം, വമാ യസ്തുറൂൻ അവർ എഴുതുന്നത് കൊണ്ടും സത്യം, അല്ലെങ്കിൽ എഴുതിയത് കൊണ്ട് സത്യം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ജബ്ബാറിന് മനസ്സിലാവില്ലെങ്കിൽ ഇത് വായിക്കുന്ന സാമാന്യ മനുഷ്യന് മനസ്സിലാവും. നേരത്തെ അലക്കിൽ ഇഖ്റ എന്ന് പറയുമ്പോൾ അവിടെയും ജബ്ബാർ തന്നെയാണ് പറഞ്ഞത്, എന്താണ് പറയുന്നത് മനസ്സിലാവില്ല. വായിക്കണം എന്ന് പറയുമ്പോൾ, അതുപോലെ പേന അതുകൊണ്ട് എഴുതണത് എന്നൊക്കെ പറയുമ്പോൾ ഇത് സാമാന്യ ബുദ്ധിക്കും മനസ്സിലാവുന്ന സംഗതി എന്താ? മനുഷ്യൻ്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, അവൻ വിദ്യ നേടേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയണതെന്നാണ്. ഇതുപോലും ജബ്ബാറിന് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ, എന്നിട്ട് അയാൾ ഖുർആനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ വിമർശനം എന്തുമാത്രം മഹത്വമുള്ള അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ളൊരു വിമർശനമായിരിക്കും എന്നുള്ളത് നമ്മൾക്കൊക്കെ ഊഹിച്ചാൽ കിട്ടുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ജബ്ബാർ വ്യക്തമാക്കേണ്ട ഒരു കാര്യം അയാൾ ഖുർആനാണോ വിമർശിക്കുന്നത് അതോ തഫ്സീറിനെയാണോ എന്നുള്ളതാണ്. എന്നിട്ട് വേണം അയാളുടെ ഇത്തരത്തിലുള്ള പിച്ചുംപേയും ജനങ്ങളുടെ മുമ്പിൽ അയാൾ പ്രചരിപ്പിക്കാൻ എന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്.